Hello. Welcome to Market Discussion of the Day. Today, February 2nd, 2026, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ബേസിക്കലി ഇതൊരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു കോഴ്സല്ല, വളരെ ബേസിക് ലെവലിലുള്ള ബേസിക്കായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ ഒന്നും അറിയാത്ത ആൾക്കാർക്കായിരിക്കും ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അത് മാത്രമല്ല, ഈ 7 ദിവസത്തെ കോഴ്സായിരിക്കും, 7 ദിവസവും ഇരിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, നമ്മൾ അതിൻ്റെ ആ വീക്കിൽ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളൊരു ന്യൂസ് പറഞ്ഞു പോകും. അതേപോലെ ഈ ആഴ്ചത്തെ റേഞ്ചും ഇന്നത്തെ ദിവസത്തെ റേഞ്ചും ഒക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് അല്ലേ. സോ നമുക്ക് എന്തായാലും എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളൊരു കാര്യം അല്ലേ. സോ നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസം ജാനുവരി 3 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4300 നിന്ന് ഗോൾഡിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു മാസം കൊണ്ടിട്ട്, ഒരു മാസം എടുത്തില്ല, 5600, ഓൾമോസ്റ്റ് 13,000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ ഗോൾഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു മൂവ്മെൻറ്റാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നടന്നിട്ടുള്ളത് അല്ലേ. സോ അത് നമുക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. സോ അതുകൊണ്ടിട്ട് തന്നെ കഴിഞ്ഞ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, കഴിഞ്ഞ ബുധനാഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷം ഓൾമോസ്റ്റ് 5600 നിന്ന ഗോൾഡ് ഒറ്റ 2 ദിവസം കൊണ്ടിട്ട് ഓൾമോസ്റ്റ് എത്രയാണ്, $1000 താഴോട്ട് പോയി. $10,000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് പോവുകയും ഉണ്ടായി. ഒരുപാട് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് US ആണ് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടത് ഗോൾഡിൽ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട്. സോ അതാണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ റീസൺ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി കാണുന്നത്. സോ ഇതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ അറിയാം $3.75 ആയിരുന്നു പ്രീവിയസ് ഡേറ്റ. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളുടെ 3.75 നമ്മൾ ഫോർകാസ്റ്റിലുണ്ടായിരുന്നു. ആക്ച്വലി വന്നപ്പോഴും 3.75 തന്നെയായിരുന്നു. പക്ഷേ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല ഏജൻസീസും പറഞ്ഞുകൊണ്ടിരുന്നത് 3.75 കുറച്ച് 25.25 കുറച്ച് 3.50 ആകും എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെ കുറച്ചാൽ $, വാല്യൂ കുറയും, ഗോൾഡ് മുകളിലോട്ട് പോവുകയും ചെയ്യും. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആക്ച്വലി ഗോൾഡ് മുകളിലോട്ട് പോയത്. സോ അതിനുശേഷം ഇത് മാറ്റാതിരുന്നത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോവുകയുണ്ടായി. താഴോട്ട് അവിടെ ഒന്നും നിന്നില്ല, നല്ല രീതിയിൽ താഴോട്ട് പോയി. സോ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കെവിൻ വാഷ് എന്ന് പറഞ്ഞ പുതിയ നോമിനി, നമ്മുടെ ഫെഡ് ചെയർ, നമ്മുടെ പ്രസിഡന്റ് ട്രംപ് നോമിനേറ്റ് ചെയ്ത പുതിയ ഫെഡ് ചെയർ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല, അത് കൂട്ടാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ എന്ത് സംഭവിച്ചു, $ൻ്റെ ശക്തി കൂടുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈവൻ നമ്മുടെ ഗോൾഡാണ്, XAUSD ആയിക്കോട്ടെ, നമ്മളുടെ GBP/USD, ഇതെല്ലാം റേറ്റ് കുറയുകയും ചെയ്തു എന്നുള്ളതാണ് ബേസിക്കായിട്ടും നടന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഗോൾഡ് ഒരിക്കലും ഡൗൺ ട്രെൻഡ് ആയിട്ടില്ല, ഗോൾഡ് ഇപ്പോഴും അപ്പ് ട്രെൻഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോഴും നമ്മൾ സെല്ല് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോൾഡിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കി പോവുക. സോ ബേസിക്കലി നമുക്ക് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ടെൻഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. US-ഉം അതേപോലെ ഇറാനും തമ്മിലുള്ള ആ ഒരു ഇറാൻ സറൗണ്ടഡ് ബൈ US പട്ടാളം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. സോ ബേസിക്കലി ഈ വീക്കെൻഡിൽ US-ൻ്റെ മിലിറ്ററി ആക്ഷൻസ് ഉണ്ടായിരുന്നു. സോ അത് കുറച്ചും കൂടെ ടെൻഷൻ കൂട്ടുകയും, ഇതെല്ലാം നമ്മളുടെ ഗോൾഡിലാണ് കൂടുതലും ഇതിൻ്റെ പ്രഷർ എല്ലാം വരുന്നത്. സോ അതേപോലെ തന്നെ ഓയിൽ മാർക്കറ്റ് സ്പൈക്ക് ചെയ്തു, കാരണം ദ ഫിയർ ഓഫ് നമ്മുടെ ഓയിലിൻ്റെ സപ്ലൈ കുറയും. കാരണം US കയറി ഇറാനെ അറ്റാക്ക് ചെയ്ത ഇറാനിൽ നിന്നുള്ള ഓയിലിൻ്റെ സപ്ലൈ കുറയും. അത് സപ്ലൈ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഓയിലിൻ്റെ റേറ്റ് കൂടും അല്ലേ. സോ ബേസിക്കലി അതൊക്കെ കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കൂടുകയുണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക.
ഓക്കെ. സോ അതേപോലെ തന്നെ ഗ്രീൻലാൻഡ് ഇഷ്യൂസിനൊന്നും ഒരു മാറ്റവും വന്നില്ല. ട്രംപിന് ഗ്രീൻലാൻഡ് വേണം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനെ സംബന്ധിച്ച് യൂറോപ്യൻ കൺട്രീസിന് കൊടുത്തിട്ടുള്ള താരിഫും അതേപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ താരം നമ്മളുടെ നോൺ ഫാം പേറോൾ തന്നെയാണ്. ഈ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ആഴ്ചത്തെ ന്യൂസ് പറഞ്ഞു പോവാം. ഇന്നത്തെ ദിവസത്തെ ന്യൂസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. രാത്രി 8:30 മണിക്ക് ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. സോ ആ ഒരു സമയത്തൊരു സ്പൈക്കൊക്കെ ഉണ്ടാവും മാർക്കറ്റിൽ. ഓക്കെ, അതേപോലെ തന്നെ ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസാണ് നാളെ നമുക്ക് രാത്രി 8:30 മണിക്കുള്ളത്. അത് മാത്രമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. ഓക്കെ, മറ്റന്നാൾ ബുധനാഴ്ച നമ്മൾ നോക്കേണ്ടത് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് രാത്രി 6:45. അതിനുശേഷം 8:30 നമുക്ക് ISM സർവീസ് PMIയുടെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, വ്യാഴാഴ്ച സോ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. രാത്രി 9 മണിക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, അതിനുശേഷം നമുക്ക് വ്യാഴാഴ്ച നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മോണിറ്ററി പോളിസി റിപ്പോർട്ടുണ്ട്. ഓക്കെ, മോണിറ്ററി പോളിസി സമ്മറി ഉണ്ട്. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 5:30 മണിക്ക് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് GBPയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റയാണ്. ഓക്കെ, സോ നോർമലി US ഒരു മാറ്റവും വരുത്തിയില്ലെങ്കിൽ UK മാറ്റം വരുത്തത്തില്ല. അങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. UK ആണെങ്കിൽ യൂറോപ്പ് ആണെങ്കിൽ എന്താണ് US ചെയ്യുന്നത് അത് അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ US വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇനി അവരങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. സോ ബേസിക്കലി അവർ ഇനി US ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കാണണം. സോ 6 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം GBPനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മറക്കാതെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 5:30 മുന്നേ ആയിട്ട് GBPയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമ്മുടെ 7 മണിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ഉണ്ട്. ഓക്കെ, US നിന്ന് വരുന്ന ന്യൂസ്. അതേപോലെ തന്നെ ECB പ്രസ് കോൺഫറൻസ് ഉണ്ട് 7:15 യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഇത്രയൊക്കെയാണ് എനിക്ക് വ്യാഴാഴ്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയാനായിട്ട്. വ്യാഴാഴ്ച അപ്പോൾ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു ദിവസം കൂടെയാണ് വെള്ളിയാഴ്ച. പക്ഷേ എല്ലാവരും മാറി നിൽക്കേണ്ട ഒരു ദിവസമാണ്, പ്രത്യേകിച്ച് US സെഷന് മുന്നേ ആയിട്ട്. കാരണം നമുക്ക് അന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലേ. സോ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ അതേ ലെവലിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ന്യൂസാണ് നോൺ ഫാം പേറോൾ, നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എന്ന് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കാരണം ഈ ന്യൂസ് നമുക്ക് അതുവരെ നമ്മളുടെ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഓക്കെ, പക്ഷേ മാർക്കറ്റ് അതായത് പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വട്ടായി പോകത്തേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. സോ ബേസിക്കലി കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഇന്നിപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 4680 ഇപ്പോൾ 4614 നിൽക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞു തുടങ്ങിയപ്പോൾ 4500 നിൽക്കുമായിരുന്നു അല്ലേ, 1600 നിൽക്കുമായിരുന്നു. എന്തിനാണ് വെറുതെ ഇത് നോക്കിക്കൊണ്ടിരുന്നത്? നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ ടെൻഷനാവുന്നത് അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് പോയാൽ പോരെ അല്ലേ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, USD JPY 154.882 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്കറിയാം ജപ്പാനിൽ നിന്നുള്ള പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അവിടുത്തെ പാർലമെൻറ്റ് പിരിച്ചുവിടുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയി. അത് മാത്രമല്ല നമ്മുടെ US ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞു അല്ലേ. സോ US ഡോളറിൻ്റെ വാല്യൂ കൂടിയപ്പോൾ USD JPY പിന്നെ മുകളിലോട്ട് പോയി അല്ലേ. സോ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ബേസിക്കലി നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 154 152 JPY USD JPYയുടെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടുകൾ. സോ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. സോ ഇന്ന് നമുക്ക് അവസാനിക്കുന്നത് 154ൻ്റെ മുകളിലും നാളെ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 154ൻ്റെ മുകളിലുമാണ് എങ്കിൽ നമുക്ക് 100% ഷുവറിറ്റി ആയിട്ട് 154 നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിലും 154ൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ബൈ ചെയ്യാം. 153.40 താഴെ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് USD/JPY പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒറ്റ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഈ ലെവലിൽ വന്നാൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, രണ്ടാമത് നമ്മൾ നേരെ GBP/USD വരുമ്പം GBP 1.36685 നിൽക്കുന്നു ഇപ്പോൾ മാർക്കറ്റ്. എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.300 അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് 140 പിപ്സിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി കിടപ്പുണ്ട് കേട്ടോ. സോ അതേ ഓപ്പർച്യൂണിറ്റി 1.3800 അവിടെ കിട്ടിയാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് GBP സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും. ഓക്കെ, ഇപ്പം ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, ബുക്ക് ചെയ്ത് മാറുക. ബാക്കിയുള്ള ആൾക്കാർ ഇനി ഒന്നും കൂടെ 1.3800 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇന്ന് അവസാനിക്കുന്നത് 1.3600 മുകളിലും, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് 1.3600 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമുള്ള ട്രേഡാണിത്. 1.3600 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3600 എന്ന് പറയുമ്പോൾ 1.3600 പക്കായിട്ട് വന്ന് നിൽക്കും എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അതിൻ്റെ അടുത്തായിട്ട് 1.3610, 1.3620 ആ റേഞ്ചിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3600 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3540 താഴെയായിട്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. യൂറോയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 1.2000 അവിടുന്ന് സെല്ലെടുക്കാനായിട്ട് പറഞ്ഞു. ഓൾമോസ്റ്റ് 150 പിപ്സിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 1.1800 അവിടെ പ്രോപ്പറായിട്ടൊരു നമുക്കൊരു സപ്പോർട്ട് സോൺ ഉണ്ട്, അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുക. 1.1800 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1740 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. അത് നിർബന്ധമായിട്ടും വെക്കുക. മുകളിലോട്ട് പോയാൽ 1.200 അവിടുന്ന് സെല്ല് ചെയ്ത് മുന്നോട്ട് പോവുക. 1.2070 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മൾ നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് വരാം. 4690 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 4600 സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്നുള്ളത് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, കാരണം നമ്മളുടെ ഒന്നും എക്സ്പെക്റ്റേഷൻ അതീതമായിട്ടുള്ള മൂവ്മെൻ്റാണ് ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ വെറുതെ നമ്മളുടെ പൈസ കളയുന്നത് എന്തിന് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, കാരണം മാർക്കറ്റ് നമുക്ക് എന്താ പറയുക, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂവ്മെൻ്റാണ് നടക്കുന്നത് അല്ലേ. സോ നമുക്ക് ഇത്രയും ഈ 3 കാര്യത്തിനകത്ത് ഞാൻ നല്ല ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തന്നു. കഴിഞ്ഞ ആഴ്ചയും നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയും ചെയ്തു അല്ലേ. GBPയിലും യൂറോയിലും ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് നടന്നു. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പയ്യെ കറൻസീസിലോട്ട് മൂവ് ചെയ്ത് ഗോൾഡിൻ്റെ ഈ ഒരു ഓട്ടോ ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അല്ലേ, അതിന് ശേഷം നമുക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 4500 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ബൈ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ബേസിക്കലി എനിക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻറ്റ് 4000, ഓക്കെ, 4000 to 3980. ഓക്കെ, 3980-ൻ്റെയും 4000-ൻ്റെയും ഇടയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു സോണാണ് നമ്മളുടെ ഏറ്റവും ബെറ്റർ ബൈ സോൺ എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലാത്ത പക്ഷം എന്താ പറയുക, ഇവിടെ ഇതേപോലെ സെൽ ഓഫ് അല്ലെ അതിൻ്റെ താഴോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഓക്കെ, എന്തെങ്കിലും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റഷ്യ-ഉക്രൈൻ വോർ പോലത്തുള്ള ഒരു മേജർ ഈവൻ്റൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു സോണൊക്കെ താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ള ഗോൾഡ് അപ്പ് ട്രെൻഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഗോൾഡിൽ നിന്ന് തൽക്കാലം എൻ്റെ ഒപ്പീനിയൻ ഗോൾഡിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. വെറുതെ നമ്മളുടെ ക്യാപിറ്റൽ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയല്ലേ. നമുക്ക് ഈ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് കറൻസീസിൽ ഇപ്പോൾ USD/JPY നല്ലൊരു കറൻസിയാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. നല്ല മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, പണ്ട് ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ ഒക്കെയുള്ള ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഉള്ള കറൻസിയാണ് നമ്മുടെ USD/JPY എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രേഡ് ചെയ്ത് സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത് തന്നെ അല്ലേ ബെറ്റർ അല്ലേ. സോ അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ചുകൂടെ കറൻസീസിൽ എനിക്ക് ഗോൾഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല. 3980 4000 റേഞ്ചിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന് വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ന് തന്നെ വരാം. ഓക്കെ, വന്നാൽ അവിടെ പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കുക. ആ ഒരു പെൻഡിങ് ഓർഡർ മാത്രമാണ് ഞാൻ ഗോൾഡിൽ എടുക്കാൻ പോകുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം. ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല.
ഓക്കെ. പിന്നെ എൻ്റെ സപ്പോർട്ട് റേഞ്ചസിൽ വന്നു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്ത് ഞാനൊരു $10 പ്രോഫിറ്റ് ആകുമ്പോൾ എടുത്ത് മാറും. ഓക്കെ, അതെൻ്റെ റേഞ്ചിലോട്ട് വന്നാൽ മാത്രം. ഓക്കെ, അല്ലാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയും ഗോൾഡിൽ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് ഒരു ലോങ്ങർ ടേമിൽ ഈ GBP USD 1.3300 1.3200 കിട്ടിക്കുന്ന ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകും. യൂറോ ആണെങ്കിലും 1.1500 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. USD JPY 162 അവിടെ നിന്ന് ഒരു സെല്ല് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യാം. ഇതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കർ നല്ല രീതിയിലുള്ള ബോണസ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ $1,000 50% ബോണസാണ് കമ്പനി കൊടുക്കുന്നത് ഇപ്പോൾ. ഓക്കെ, 1000 ഇടുന്ന ഒരാൾക്ക് $1,500 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ആദ്യത്തെ 1000 വരെയുള്ള എല്ലാ പൈസയുടെയും $500 50% കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എത്ര പൈസയാണെങ്കിൽ അതിൻ്റെ 20% കൊടുക്കുന്നത്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ 20% ബോണസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ $1,000 100% ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. അതിനുള്ള സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിനെല്ലാം 20% ബോണസും കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാർ ട്രേഡർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് എന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ മാർക്കറ്റ് കണ്ടോ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? സോ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജ് കുറേ അറിയാം, പക്ഷെ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. 3000 സോറി, ഇത് ഗോൾഡ് അല്ലല്ലോ. ഗോൾഡ് എവിടെ? നമ്മുടെ ഗോൾഡ് 4550, ഓൾമോസ്റ്റ് 4700 നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അവറിലേക്ക് ക്യാൻഡിൽ അല്ലേ. സോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ മൂവ്മെൻറ്റാണ്. എത്ര പേർക്കായിരിക്കും പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. സോ ഇങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് 4709 വരെ പോയിട്ടുള്ള മൂവ്മെൻറ്റ്, ഓൾമോസ്റ്റ് 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഒരു മണിക്കൂറിൽ നടന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങിയിട്ട് അല്ലേ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര മൂവ്മെൻറ്റ് കേട്ടോ. ഈ സമയത്ത് എൻ്റെ ഇടയ്ക്കൂടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാനല്ലേ. സോ എന്തായാലും എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഈ സമയത്ത് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.